ഹലോ, അപ്പൊ എല്ലാവരും 10ാം ക്ലാസ് എക്സാമിന് വേണ്ടി നല്ല പ്രകൃതിയായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. നമുക്ക് ഏറ്റവും എളുപ്പത്തിലും ഏറ്റവും അടിപൊളിയായിട്ടും പഠിച്ചിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ് ബയോളജി എന്ന് പറയുന്നത്. അപ്പൊ ബയോളജിയിൽ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ ഇപ്പോൾ ഓടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നോക്കാൻ പോകുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് പ്രോട്ടീൻ സിന്തസിസ് എന്ന് പറയുന്നത്. ഒരു +2 ലെവലുള്ള ഒരു ഐറ്റം ആണ്. നമുക്കത് വളരെ കുറച്ചായിട്ട് പഠിച്ചാൽ മതി. അപ്പം പ്രോട്ടീൻ നിർമ്മാണം, പ്രോട്ടീൻ സിന്തസിസ്, നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾക്ക്, ഒരുപാട് ഹോർമോണുകൾ ഉണ്ടാക്കാനൊക്കെ എന്ത് വേണം? പ്രോട്ടീനുകൾ വേണം. പ്രോട്ടീനുകൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അമിനോ ആസിഡ് കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? പ്രോട്ടീനുകൾ ഉണ്ടാവുന്നത്. ഈ പ്രോട്ടീൻ ഉണ്ടാവുന്ന ഈ ഒരു പ്രോസസ്സിനെ സഹായിക്കുന്ന ഒരുപാട് സാധനങ്ങളുണ്ട്. ഒരുപാട് സാധനങ്ങളൊന്നുമില്ല, രണ്ട് ആൾക്കാരെ ആവശ്യമുള്ളൂ. ഒന്ന് നമ്മുടെ RNAയും പിന്നെ റൈബോസോമും. ഈ RNAയും റൈബോസോമും ഉണ്ടെങ്കിൽ നമുക്ക് പ്രോട്ടീൻ സിന്തസിസ് എളുപ്പത്തിൽ കഴിക്കാൻ പറ്റും. അപ്പൊ ഈ പ്രോട്ടീൻ സിന്തസിസ് രണ്ട് സ്റ്റെപ്പുകളിലായിട്ടാണ് നടക്കുന്നത്. ഒന്ന് ട്രാൻസ്ക്രിപ്ഷനും രണ്ടാമത്തേത് ട്രാൻസ്ലേഷനും. അപ്പൊ നോക്കിക്കേ, ഈ പ്രോട്ടീൻ സിന്തസിസിന്റെ ഫസ്റ്റ് സ്റ്റേജ് അറിയപ്പെടുന്ന പേരാണ് ട്രാൻസ്ക്രിപ്ഷൻ. ട്രാൻസ്ക്രിബ് ചെയ്തെടുക്കുക, അതായത് DNA യിൽ നിന്ന് RNA ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ട്രാൻസ്ക്രിപ്ഷൻ. ഈ mRNA വെച്ചിട്ട് എന്ത് ചെയ്യാം? നമ്മൾ പ്രോട്ടീൻ ഉണ്ടാക്കുന്ന ആ പ്രോസസ്സിനെ പറയുന്നവരാണ് ട്രാൻസ്ലേഷൻ. അപ്പൊ രണ്ടാമത്തെ പ്രോസസ്സ് എന്താണ്? ട്രാൻസ്ലേഷൻ. അപ്പം ഈ രണ്ട് സ്റ്റേജസും നമുക്കൊന്ന് കുറച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. കുറച്ചേ ഉള്ളു പഠിക്കാൻ, നമുക്ക് എളുപ്പത്തിൽ പഠിച്ചു പോവാം. അപ്പൊ നോക്കിക്കേ, ഈ DNA യിൽ നിന്ന് എന്തുണ്ടാവും? ഇതാണ് നമ്മുടെ DNA എന്താണ്? ഡബിൾ സ്ട്രാൻഡ് ആണെന്ന് നമുക്കറിയാം. രണ്ട് സ്ട്രാൻഡുകൾ ഉണ്ടല്ലേ അതിന്. ഈ കണ്ട, രണ്ട് സ്ട്രാൻഡുകൾ ഉണ്ട്. ഇതിലൊക്കെ എന്തുണ്ട്? ന്യൂക്ലിയോടൈഡിൽ എന്ത് കാണുന്നുണ്ട്? ജീനുകൾ കാണുന്നുണ്ട്. ഈ ജീനുകളാണ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പ്രോട്ടീൻ സിന്തസിസ് ചെയ്യുന്നത്. ഈ DNA യിൽ നിന്ന് ആദ്യം എന്ത് ചെയ്യും? കുറേ എൻസൈമുകൾ ഇങ്ങനെ പ്രവർത്തിച്ചിട്ട് mRNA ഉണ്ടാവും. അതായത് ഒറ്റ സ്ട്രാൻഡുള്ള, കണ്ട, ഒറ്റ സ്ട്രാൻഡുള്ള ഒരു ഇഴകൾ ഉണ്ടാവും. നമുക്കറിയാം DNA എന്ന് പറയുന്നത് രണ്ട് ഇഴകൾ ചേർന്ന ഒന്നാണല്ലേ. നമുക്കറിയാം നമ്മുടെ DNA എന്ന് പറയുന്നത് രണ്ട് ഇഴകൾ ചേർന്നതാണ്. ഈ രണ്ട് ഇഴകളിൽ നിന്ന് ഒരു ഇഴ മാത്രം ഒരൊറ്റ സ്ട്രാൻഡ് ആയിട്ട് മാറുന്ന ആ ഒരു പ്രോസസ് ആണ് എന്ത്? ട്രാൻസ്ക്രിപ്ഷൻ. അതായത് DNA യിൽ നിന്ന് RNA, വെറും RNA അല്ല, നമ്മുടെ പ്രോട്ടീൻ സിന്തസിസ് ചെയ്യാൻ ആവശ്യമായിട്ട് മെസ്സേജസ് അടങ്ങിയ RNA ആണ്. അപ്പൊ ഈ RNA നെ പറയുന്ന പേരാണ് മെസ്സഞ്ചർ RNA. അപ്പൊ DNA യിൽ നിന്ന് RNA ഉണ്ടാക്കുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ട്രാൻസ്ക്രിപ്ഷൻ. എങ്ങനത്തെ RNA ഉണ്ടാക്കുന്നത്? നമ്മളെ പ്രോട്ടീൻ സിന്തസിസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മെസ്സേജുകൾ അടങ്ങിയ RNA ആണ്. അപ്പൊ ആ RNA എന്ത് പറയും നമ്മൾ? മെസ്സഞ്ചർ RNA. അതായത് മെസ്സേജുകൾ അടങ്ങിയ RNA, മെസ്സഞ്ചർ RNA, mRNA. അപ്പൊ ഫസ്റ്റത്തെ സ്റ്റേജ് നമുക്ക് എളുപ്പത്തിൽ പഠിച്ചു കഴിഞ്ഞു. ഈ സ്റ്റേജ് എവിടെയാണ് നടക്കുന്നത്? കണ്ടില്ലേ, എന്തിന്റെ ഉള്ളിലാണ് നടക്കുന്നത്? നമ്മുടെ ന്യൂക്ലിയസിന്റെ ഉള്ളിലല്ലേ നടക്കുന്നത്. അപ്പൊ mRNA ഉണ്ടാവുന്നത് എവിടെയാണ്? നമ്മുടെ ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ്. ഈ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ ഉണ്ടായിട്ട് അവിടെ ഇരിക്കുകയാണോ ചെയ്യുന്നത് മെസ്സഞ്ചർ RNA? അല്ല, അത് പുറത്തേക്ക് വരുന്നുണ്ടല്ലേ. എവിടേക്കാ വരുന്നത്? നമ്മുടെ സൈറ്റോപ്ലാസത്തിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അപ്പൊ ഇനി പറയാൻ പോകുന്നത് നമ്മുടെ നെക്സ്റ്റ് സ്റ്റേജ് ആണ് ട്രാൻസ്ലേഷൻ. ട്രാൻസ്ലേഷൻ എന്ന് വെച്ചാൽ എന്താ? ഒന്നിൽ നിന്ന് മറ്റൊന്നാക്കി മാറ്റുക. അതായത് ഈ mRNA യിൽ നിന്ന് റൈബോസോം ഉപയോഗിച്ചിട്ട് നമ്മളെ എന്തുണ്ടാക്കി മാറ്റുകയാണ്? പ്രോട്ടീനുകളാക്കി മാറ്റുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ട്രാൻസ്ലേഷൻ. ഈ ട്രാൻസ്ലേഷനിൽ രണ്ട് RNAs സഹായിക്കുന്നുണ്ട്. ഒന്ന് നമ്മുടെ ട്രാൻസ്ഫർ RNA. എന്താണ് ഈ ട്രാൻസ്ഫർ RNA? പേരിൽ തന്നെ ഉണ്ട്. അതായത് പ്രോട്ടീൻ ഉണ്ടാക്കണമെങ്കിൽ ആര് വേണം? അമിനോ ആസിഡുകൾ വേണം. ഈ mRNA യിലുള്ള ഈ മെസ്സേജുകൾ വായിച്ചിട്ട് ഏത് അമിനോ ആസിഡ് ആണോ വേണ്ടത് ആ അമിനോ ആസിഡിനെ നമ്മൾ റൈബോസോമിലേക്ക് കൊണ്ടുവരുന്ന ആൾക്കാരെ പറയുന്ന പേരാണ് എന്ത്? tRNA, ട്രാൻസ്ഫർ RNA. ഓക്കെ, അപ്പൊ ഈ ട്രാൻസ്ഫർ RNA എന്ത് കൊണ്ടുവന്നു? mRNA യിലെ മെസ്സേജുകൾ വായിച്ചിട്ട് ഏത് അമിനോ ആസിഡ് ആണോ വേണ്ടത് ആ അമിനോ ആസിഡിനെ എവിടേക്ക് കൊണ്ടുവന്ന് വെച്ചു? നമ്മുടെ റൈബോസോമിലേക്ക് കൊണ്ടുവന്ന് വെച്ചു. അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് മാത്രം കാര്യമുണ്ടോ? ഈ അമിനോ ആസിഡുകളൊക്കെ കൂട്ടിച്ചേർക്കണ്ടേ? ഇങ്ങനെ കൂട്ടിച്ചേർത്തിട്ട് ഈ പ്രോട്ടീൻ ഉണ്ടാക്കുന്ന RNAകളെ പറയുന്ന പേരാണ് റൈബോസോമൽ RNA. ഈ റൈബോസോമൽ RNA എവിടെയാ കാണുന്നത്? റൈബോസോമിലാണ് കാണുന്നത്. അപ്പൊ ഈ റൈബോസോമൽ RNAന്റെ പണി എന്താ? ഈ കൊണ്ടുവന്ന അമിനോ ആസിഡുകളെ കൂട്ടിച്ചേർത്ത് പ്രോട്ടീനുകളാക്കുന്ന ആളുകളാണ് ആര്? ഈ റൈബോസോമൽ RNA. ഇതൊക്കെ എവിടെയാ നടക്കുന്നത്? സെല്ലിന്റെ ഏത് ഭാഗത്ത് നടക്കുന്നത്? സൈറ്റോപ്ലാസത്തിലാണ് നടക്കുന്നത്. ഈ ട്രാൻസ്ലേഷൻ പ്രോസസ്സ് നടക്കുന്നത് എവിടെയാണ്? ഈ സൈറ്റോപ്ലാസത്തിലാണ് നടക്കുന്നത്. ട്രാൻസ്ക്രിപ്ഷനോ
നമ്മുടെ ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ് നടക്കുന്നത്. പ്രത്യേകം ഓർത്ത് വെക്കണം. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 2 മാർക്കോളം കിട്ടും. അപ്പൊ ഇത് പഠിക്കാണ്ട് ഒരിക്കലും പോകരുതേ. അപ്പൊ പിക്ചറുകൾ തന്ന് ചോദിക്കാം. അപ്പൊ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉണ്ട് ഒരു ചെറിയൊരു പിക്ചർ. നോക്കിക്കേ, mRNA എവിടെയാണ് കാണുന്നത്? mRNA ആദ്യം ഉണ്ടാകുന്നത് ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ്. ന്യൂക്ലിയസിന്റെ ഉള്ളിൽ നിന്ന് അദ്ദേഹം എന്ത് ചെയ്യും? പുറത്തേക്ക്. mRNA ന്റെ പണി എന്താ? പ്രോട്ടീൻ നിർമ്മാണത്തിനുള്ള സന്ദേശം, മെസ്സേജുകൾ അടങ്ങിയിരിക്കുന്ന RNA-കളാണ് ആര്? മെസ്സഞ്ചർ RNA അല്ലെങ്കിൽ mRNA. mRNA എവിടെയാണ് ഉണ്ടാവുന്നത്? ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ് ഉണ്ടാവുന്നത്. എത്ര ഇഴകളുണ്ട് ഈ mRNA-ക്ക്? ഒറ്റ ഇഴയേ ഉള്ളൂ അല്ലേ? ഇനി tRNA, ട്രാൻസ്ഫർ RNA. ട്രാൻസ്ഫർ RNA എന്തിനാ സഹായിക്കുന്നത്? ഈ mRNA-യിലെ സന്ദേശം അനുസരിച്ച് ഏതാണോ അമിനോ ആസിഡ് വേണ്ടത്, ഈ അമിനോ ആസിഡിനെ നമ്മളെ റൈബോസോമിൽ എത്തിക്കുന്ന ആളുകളെ പറയുന്ന പേരാണെന്ത്? tRNA. ഇനി റൈബോസോമൽ RNA. റൈബോസോമൽ RNA-കൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ ട്രാൻസ്ഫർ RNA കൊണ്ടുവന്ന് വെച്ച് ഈ അമിനോ ആസിഡുകളുടെ ഇടയിൽ ബോണ്ടുകൾ ഉണ്ടാക്കി അവരെ എന്താക്കും? പ്രോട്ടീനുകൾ ആക്കുന്ന ആളുകളാണ് ആര്? ഈ നമ്മുടെ റൈബോസോമൽ RNA. ഈ പിക്ചറുകളൊക്കെ ഒന്ന് നോക്കി വെക്കണേ. mRNA, tRNA വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന് നോക്കി വെക്കണേ. അതിന്റെ ഫങ്ഷനും നോക്കി വെക്കണം. നോക്കി വെക്കാതെ പോവരുത്. വെറുതെ മാർക്ക് നഷ്ടപ്പെടുത്തരുത്. ഓക്കെ, അതേപോലെ ഈ പിക്ചർ ഒന്ന് നോക്കി വെക്കണം കേട്ടോ മക്കളെ. ഈ പിക്ചർ മൊത്തമായിട്ട് തന്നിട്ട് ചോദിക്കും. ചിലപ്പം ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ ചോദിക്കും. ഏത് RNA ആണെന്ന് ചോദിക്കും. ഈ പിക്ചർ എന്തിനെ കുറിച്ചാണെന്ന് ചോദിക്കും. പ്രോട്ടീൻ സിന്തസിസ് എന്നാണെന്നുള്ള ഓർമ്മ നിങ്ങൾക്ക് അപ്പം വേണം. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങളെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കണേ.